സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും ഉപകാരപ്രദമാകുന്ന ജനനി പദ്ധതി പ്രതിസന്ധിയിൽ 56 കോടി രൂപയാണ് ആശുപത്രികൾക്ക് കുടിശ്ശികയായി നൽകാനുള്ളത്. 4 മാസമായി പണം കിട്ടാതായതോടെ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ ഒരുങ്ങുകയാണ് ടാക്സി തൊഴിലാളികൾ. 24 എക്സ്ക്ലൂസീവ്. ഗർഭിണിയെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് മുതലുള്ള മുഴുവൻ ചെലവും ജനനി സുരക്ഷ ശിശു കാര്യക്രമ പദ്ധതി മുഖേന സൗജന്യമായി നൽകും. ഗർഭിണിക്ക് വേണ്ട മരുന്ന്, ചികിത്സ, ഭക്ഷണം കൂടാതെ കുഞ്ഞിനുള്ള ചികിത്സ, കുഞ്ഞിനെയും മാതാവിനെയും വീട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് ഉൾപ്പെടെ സൗജന്യമാണ്. കരാറടിസ്ഥാനത്തിൽ സ്വകാര്യ ടാക്സി തൊഴിലാളികളാണ് മാതാവിനെയും കുഞ്ഞിനെയും വീട്ടിലെത്തിച്ചിരുന്നത്. 4 മാസമായി പണം ലഭിക്കാതായതോടെ പദ്ധതിയിൽ നിന്നും ഇവർ പിന്മാറുകയാണ്. ഇപ്പോൾ ഒരു 6 മാസത്തോളമായി ഞങ്ങൾക്ക് ഇതിന്റെ പൈസ കിട്ടാൻ ഒരുപാട് ഡിലേ വരികയാണ്. ഇതിന് മുമ്പ് ഒരു നവംബറിന്റെ മുമ്പ് വരെ നമുക്ക് ഇത് ഒരു മാസം ബില്ല് ഫുള്ള് നമ്മൾ ചെയ്ത് കൊടുത്താൽ 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ ബില്ല് പാസ്സായി വന്നിരുന്നു. ഇപ്പോൾ അതിന്റെ ശേഷം ഈ ബില്ല് ഒക്കെ പെൻഡിങ് ആണ്. ഇത് അന്വേഷിക്കേണ്ട എല്ലാ തലത്തിലും പോയി അന്വേഷിക്കുമ്പോൾ അവരൊക്കെ കൈമലർത്തുകയാണ്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികൾക്ക് 56 കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത്. നാഷണൽ ഹെൽത്ത് മിഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് നൽകുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഫണ്ട് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബ്രാൻഡിംഗ് നടപ്പിലാക്കാത്തതിനാലാണ് ഫണ്ട് നൽകാത്തത് എന്നാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ വിശദീകരണം. സമീർ ബിൻ കരീം, 24 മലപ്പുറം.